ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ നമുക്കറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് എക്സാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തേത്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ക്രോസിംഗ് ഗെയിംസ്? ഒബ്സ്റ്റക്കിൾ ക്രോസിംഗ് ഗെയിമുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എബിലിറ്റി ടു ഡെവലപ്പ് ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കിൽസ്, ടു ഗെറ്റ് ഔട്ട് സേഫ്റ്റി ഡേഞ്ചർ സിറ്റുവേഷൻസ്, ഫിസിക്കൽ എക്സസൈസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫൺ ആർ ഒബ്റ്റൈൻഡ്. എന്തൊക്കെയാണ്? പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് നേടുന്നു, അപകടഘട്ടങ്ങളിൽ നിന്നും സുരക്ഷിതമായി പുറത്തു കടക്കാൻ കഴിയുന്നു, ശാരീരിക വ്യായാമം, അയവ്, ഉല്ലാസം എന്നിവ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് ഔട്ട്ഡോർ ഗെയിംസ്? താഴെ പറയുന്നവയിൽ വീടിന് പുറത്ത് കളിക്കേണ്ട ഗെയിം അല്ലെങ്കിൽ കളി ഏതാണ്? ഫുട്ബോള്, ഹാൻഡ് ക്രിക്കറ്റ്, സ്റ്റോൺ പേപ്പർ സീസർ, ട്രഷർ ഹണ്ട്, ചെസ്സ്. ഇതിൽ ഏതാണ് ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുന്നത്? ഫുട്ബോൾ ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പോർട്സ് ആൻഡ് അതർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. കായിക പ്രവർത്തനങ്ങളിലൂടെ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ തിങ്കിങ് എബിലിറ്റി, സ്ട്രെസ് കൺട്രോൾ, ഇൻക്രീസ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി അഥവാ ചിന്താശേഷി വർദ്ധിക്കുന്നു, സമ്മർദ്ദം ലഘൂകരിക്കുന്നു, ശരിയായ തീരുമാനമെടുക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്നതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ക്രിസ്റ്റ്യൻ എറിക്സൺസ് എസ്കേപ്പ് ഫ്രം ഡെത്ത്? മരണത്തെ അതിജീവിക്കാൻ ക്രിസ്റ്റ്യൻ എറിക്സനെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രൊമോട്ട് ഇൻ്റർവെൻഷൻ ഓഫ് ഫെലോ പ്ലെയേഴ്സ്, ടൈംലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഫസ്റ്റ് എയ്ഡ്, ഇമ്മീഡിയറ്റ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് അഥവാ സഹകളിക്കാരുടെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ, കൃത്യസമയത്തുള്ള പ്രഥമ ശുശ്രൂഷ, പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കിയതിലൂടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ പ്രൈസ് ദ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ ഗിവൺ ഫോർ സ്പെയിൻ. അഥവാ പ്രൈസ് എന്ന വാക്കിലൂടെ സ്ട്രെയിൻ എന്നിവ ഉണ്ടാകുമ്പോൾ നൽകുന്ന പ്രഥമ ശുശ്രൂഷ സംബന്ധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൈസിലെ ഓരോന്നും എന്താണെന്ന് എഴുതുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ പ്രൈസിലെ പി എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ആണ്. പ്രൊട്ടക്ട് ദ ഇഞ്ചുറി ഫ്രം ഫർദർ ഡാമേജ്. ആർ എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. ദെൻ ഐ എന്ന് പറയുന്നത് ഐസ് ആണ്. ഐസ് റാപ്ഡ് ഇൻ എ ക്ലോത്ത് ഷോൾ ബി അപ്ലൈഡ് ഓൺ ദ അഫക്റ്റഡ്. സി കോംപ്രസ് ആണ്. ബാൻഡേജ് ദ ഇഞ്ചേർഡ് ഏരിയ ഫേംലി. ഇ എലവേറ്റ് ദ അഫക്റ്റഡ് ഏരിയ ടു റെഡ്യൂസ് സ്വെല്ലിംഗ്. പി എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ആണെന്ന് പറഞ്ഞു. പരിക്കിൻ്റെ കാഠിന്യം കൂടാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. ഐ എന്ന് പറയുന്നത് ഐസ്, പരിക്കു പറ്റിയ ഭാഗത്ത് തുണിയിൽ പൊതിഞ്ഞ് ഐസ് വെക്കുക. സി എന്ന് പറയുന്നത് കംപ്രസ് ആണ്. പരിക്കേറ്റ ഭാഗം തുണി ബാൻഡേജ് കൊണ്ട് അമർത്തി കെട്ടുക. ഇ എന്ന് പറയുന്നത് എലിവേറ്റ് ആണ്. നീര് കുറയുന്നതിനായി പരിക്കേറ്റ ഭാഗം ഉയർത്തി വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോളജ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തിനാണ് നമ്മളതൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് മനസ്സിലാക്കുന്നത്? Knowledge of first aid is essential for timely and confident management of injuries that occur during a game or in other situations. കളിക്കിടയിലോ മറ്റ് സാഹചര്യങ്ങളിലോ ഉണ്ടാകുന്ന പരിക്കുകൾ സംയോജിതമായി ആത്മവിശ്വാസത്തോടെ നേരിടാൻ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് അറിവ് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പകച്ചു പോകുന്ന സിറ്റുവേഷൻസ് വരാം. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പോസിബിൾ സിറ്റുവേഷൻസ് ദാറ്റ് ക്യാൻ ലെഡ് ടു സ്ട്രെയിൻ? സ്ട്രെയിൻ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? വൈൽ റണ്ണിങ്, ജമ്പിങ്, സ്വിമ്മിങ് ആൻഡ് പ്ലേയിങ്. ഓട്ടം, ചാട്ടം, നീന്തൽ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ, അതുപോലെ കളികൾക്ക് ഇടയിലും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പ്രെയിൻ? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് സ്പ്രെയിൻ? എന്താണ് സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് സ്ട്രെയിൻ സംഭവിക്കുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? Sprain is the injury to ligament. Symptoms are severe pain, instinctive movement and swelling around the affected area. ലിഗ്മെൻറ്റിന് സംഭവിക്കുന്ന
സംഭവിക്കുന്ന പരിക്കാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു, ചലിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു, പരിക്കുണ്ടായ ശരീരഭാഗങ്ങളിൽ നീരുണ്ടാകുന്നു, മുറിവ് ഉണ്ടാവുകയില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിലെ 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മസിൽസ് ക്രാംസ്? പേശി വലിവ് എന്നാൽ എന്ത്? Contraction and relaxation of muscles helps us to move, but in certain situations painful and involuntary contractions occurred in other muscles. This is called muscle cramps. പേശികളുടെ സങ്കോചവും വികാസവും നടക്കുന്നതിലൂടെയാണ് ചലനങ്ങൾ സാധ്യമാകുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വേദനാജനകവും അനൈച്ഛികവുമായ സങ്കോചം പേശികളിൽ സംഭവിക്കുന്നു. ഇതാണ് പേശി വലിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സൂഫി ഡാൻസ്? സൂഫി നൃത്തം പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെൽ നോൺ ഡാൻസ് ഇൻ തുർക്കി ആൻഡ് ഈജിപ്ത്. ഡാൻസേഴ്സ് വിയർ ലോങ് വൈറ്റ് റോബ്സ് വിത്ത് ഫുൾ സ്കേർട്സ്. വൺസ് ആംസ് ക്രോസ്ഡ് ആൻഡ് palms grab shoulder then when one starts whirling. Devotional background music. എന്തൊക്കെയാണ്? തുർക്കി, ഈജിപ്ത് എന്നിവിടങ്ങളിലെ കലാരൂപമാണ് ഈ സൂഫി എന്ന് പറയുന്നത്, സൂഫി ഡാൻസ് അല്ലെങ്കിൽ നൃത്തം എന്ന് പറയുന്നത്. വെള്ളയുടുപ്പ്, കറങ്ങുന്ന ചുവടുകളുമായി 1 മണിക്കൂറോളം നീളുന്ന ഒരു നൃത്തരൂപമാണ്. പശ്ചാത്തല സംഗീതം ഇതിന് ഉണ്ടായിരിക്കും. ഇനി 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പോപ്പുലർ സോങ്സ് ആൻഡ് പീപ്പിൾ സോങ്സ്? ജനപ്രിയ ഗാനങ്ങളും ജനകീയ ഗാനങ്ങളും എന്താണ്? Some songs catch the attention of the public quickly and are accepted by them. They become their favorite songs and like to listen repeatedly. These are called popular songs. The next one, people songs are. These are the songs or poems based on the themes that highlight the public interest and issues faced by the people. ജനപ്രിയ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഗാനങ്ങൾ വളരെ വേഗത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ആവർത്തിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഇത്തരം ഗാനങ്ങൾ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നു. ഇവയെ ജനപ്രിയ ഗാനങ്ങൾ എന്ന് പറയുന്നു. ജനകീയ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനകീയ പ്രശ്നങ്ങളെ, താല്പര്യങ്ങളെ മുൻനിർത്തി രൂപപ്പെടുത്തുന്ന കവിതകളെ അല്ലെങ്കിൽ ഗാനങ്ങളെയാണ് ജനകീയ ഗാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനപ്രിയ ഗാനങ്ങളും ജനകീയ ഗാനങ്ങളും രണ്ടും ഒന്നല്ല, വേറെയാണെന്ന് മനസ്സിലാക്കുക. 11ാമത്തെ ചോദ്യം, വാട്ട് മേക്സ് എ സോങ് അട്രാക്റ്റീവ്? ഗാനത്തെ സമ്പുഷ്ടമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? The uniqueness of the tune and rhythms, the order of the beats, the beauty of the lyrics, the emotions expressed, the novelty of the idea and the quality of the voice of the singer, these make a song attractive. ഈണത്തിൻ്റെ സവിശേഷത, താളത്തിൻ്റെ പ്രത്യേകത, വരികളുടെ മനോഹാരിത, ഭാവത്തിൻ്റെ പ്രാധാന്യം, ആശയത്തിൻ്റെ മേന്മ, പാടുന്ന ആളിൻ്റെ ശബ്ദം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സോങ്ങിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. 12ാമത്തേത്, വാട്ട് ഈസ് ദ വർക്ക് ഓഫ് എ മ്യൂസിക് ഡയറക്ടർ? സംഗീത സംവിധായകരുടെ ജോലി എന്താണ്? ദ മ്യൂസിക് ഡയറക്ടർ പ്രൊവൈഡ്സ് ദ റൈറ്റ് ട്യൂൺ ദാറ്റ് എംബോഡീസ് ദ ലിറിക്സ് ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് മ്യൂസിക്കൽ എലമെൻറ്റ്സ്. വരികൾക്ക് അനുയോജ്യമായ രീതിയിൽ സംഗീതാംശങ്ങളെ ഉൾക്കൊണ്ട് ഈണം നൽകുന്നവരെയാണ് നമ്മൾ സംഗീത സംവിധായകർ എന്ന് പറയുന്നത്. ഇനി 13ാമത്തേത്, റൈറ്റ് സം ഫോക്ക് തിയേറ്റർ ഫോംസ് ഓഫ് കേരള. കേരളത്തിലെ നാടോടി നാടകങ്ങൾ ഏതൊക്കെയാണ്? 1. കാക്കരിശ്ശി നാടകം, തേനൂട് നാടകം, വെള്ളരി നാടകം, ചവിട്ടു നാടകം, പൊറാട്ടു നാടകം, ഇതൊക്കെ പ്രധാനമായിട്ടും കേരളത്തിലെ നാടോടി നാടകങ്ങളാണ്. ഇനി അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് എ ലിറ്റർജിക്കൽ ഡ്രാമ? ലിറ്റർജിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിറ്റർജിക്കൽ ഡ്രാമ ഈസ് എ ഫോം ഓഫ് ചർച്ച് ബേസ്ഡ് തിയേറ്റർ featuring Bible stories and the life stories of saints that was popular in medieval Europe. മധ്യകാലഘട്ടത്തിൽ ബൈബിൾ കഥകളും പുണ്യാളന്മാരുടെ കഥകളും ഉൾക്കൊള്ളിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന നാടകങ്ങളാണ് ഈ ആരാധനാക്രമ നാടകങ്ങൾ അല്ലെങ്കിൽ ലിറ്റർജിക്കൽ ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രധാനമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം, GK ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.